മാഷെ, ബെന്യാമിൻ ആടുജീവിതം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ മറ്റേ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തല്ലോ, ആ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, അറിയപ്പെടുന്ന ആളുകൾ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ KP കണ്ണനും RVG മേനോനും ഡോക്ടർ V രാമൻകുട്ടിയും ഒക്കെ അതിനെ എതിർത്തിരുന്നു. ഇതെന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? RVG മേനോൻ പരിഷത്തിന്റെ പ്രസിഡന്റുമായിരുന്നു. അതെ, കമ്മ്യൂണിസ്റ്റുകളാണ് അതിൽ കൂടുതൽ. KT രാമമോഹനും ഡോക്ടർ KG താരയും രാമൻകുട്ടിയും പല ആളുകളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ബെന്യാമിന് ഈ പണ്ഡിതന്മാര്, ഈ സാമൂഹിക ശാസ്ത്രജ്ഞന്മാര്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ബെന്യാമിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബെന്യാമിൻ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത സ്വയം പ്രഖ്യാപിത പണ്ഡിത ശ്രേഷ്ഠർക്ക് ഇപ്പോൾ തെളിവ് വേണമത്രേ. അയ്യോ ശ്രേഷ്ഠരെ, AC റൂമിൽ നിന്ന് ഒന്നിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ ഇത്തിരി വെയിൽ കൊണ്ട് നടന്നാൽ ഈ കേരളം എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെ രാപ്പകൽ നടന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ കുറച്ച് മനുഷ്യരുടെ ചങ്കുറപ്പിലാണ് ഇന്ന് കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിന് നിന്റെയൊന്നും ഊച്ചാളി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമില്ല. മഹാനായ എഴുത്തുകാരന്റെ ഭാഷ അല്ലേ? അതാണ്. അതായത് നമ്മുടെ പണ്ഡിത വരേണ്യന്മാർ അല്ലേ, വലിയ പദവികളിലൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലേക്ക് മുന്നോട്ട് നയിച്ച ആളുകളാണ്. അവർ മുഴുവൻ ഊച്ചാളികളാണെന്നാണ് ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത്. മാഷ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ബെന്യാമിന്റെ ഭാഗത്ത് നിന്ന് സാറേ, ശരിക്കും പറഞ്ഞാൽ ബെന്യാമിന്റെ ഒരു എഴുത്തും ബെന്യാമിന്റെ ജീവിതവും, ബെന്യാമിൻ എഴുത്തിനോടും ജീവിതത്തിനോടും കാണിച്ചിട്ടുള്ള സത്യസന്ധതയും സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാൾക്കും പറയാൻ പറ്റും. ഇദ്ദേഹം ഈ ഇൻ്റർനെറ്റ് സാഹിത്യം കൊണ്ട് സമർത്ഥമായ ഈ മാർക്കറ്റിംഗ് ടെക്നോളജി കൊണ്ട് അതാത് കാലത്തെ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിലാസമല്ല അദ്ദേഹത്തിൻ്റെതെന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സംസ്കാരമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നത്. ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തെക്കാൾ എത്രയോ മുതിർന്ന മനുഷ്യരാണ് ഈ കൂടെയുള്ളത്. പിന്നെ രാജ്യത്തിന് സേവനം, സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ആണെങ്കിൽ ആ മേഖലയിൽ ബെന്യാമിൻ്റെ സേവനം എന്താണാവോ? ഏതെങ്കിലും ഒരു രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ബെന്യാമിൻ്റെ പേര് നമ്മളാരും കേട്ടിട്ടില്ല. യുവജന സന്നദ്ധ സംഘടനാ രംഗത്ത് കേട്ടിട്ടില്ല. ഇവിടുന്ന് പണിയെടുക്കാൻ വേണ്ടി നാട് വിട്ട് ഗത്യന്തരമില്ലാതെ പണിയെടുക്കാൻ പോയ എല്ലാ പ്രവാസികൾക്കും, ഏതൊരു പ്രവാസിക്കും ഉള്ള ഒരു ജീവിതം മാത്രമേ രംഗത്ത് കേട്ടിട്ടില്ല. അത് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബെന്യാമിൻ എന്ന മനുഷ്യന്റെ നിലവാരമാണ്, യഥാർത്ഥ നിലവാരമാണ്. എന്നെങ്കിലും ഇതൊക്കെ പുറത്തു വരുന്നാണല്ലോ പറയുക. ഞാനല്ലാത്ത ഒരാളായി അവതരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അറിയാതെ പുറത്തു വരും എന്ന് പറയില്ലേ, ആ പുറത്തു വരവാണ് ബെന്യാമിന്റെ യഥാർത്ഥ നിലവാരമാണ്. ഈ ആദരണീയരായ നിലവാരം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ ആടുജീവിതത്തിനെ പറ്റി നജീബ് എന്നൊറ്റ പറഞ്ഞൊരാള് കേട്ടെഴുത്ത് അല്ലേ, ഒരു കേട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു സംഗതി നടത്തി. ഇപ്പൊ ബെന്യാമിനൊരു CPM ആടുജീവിതം നയിക്കുന്നു. കറക്റ്റാണ്. ശരിയായ കുഞ്ഞാടിന്റെ ജീവിതമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. മറ്റേ ആടുജീവിതം ബെന്യാമിൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ബെന്യാമിൻ പറഞ്ഞല്ലോ ഈ ചൂടും പുകയും ഏറ്റ് അല്ലേ തുറന്ന കേരളത്തിലെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കണം എന്നാണ് ബെന്യാമിൻ അങ്ങനെ നടന്നത്. ഇനി മറ്റൊന്നിനും വേണ്ടി നടന്നില്ലെങ്കിലും ഒരു മരുഭൂമി കാണാനെങ്കിലും ഒന്ന് വെയിൽ കൊണ്ടിട്ട് വേണ്ടേ മരുഭൂമിയെക്കുറിച്ച് എഴുതാൻ? ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? നിർഭാഗ്യവാനായൊരു മനുഷ്യനാണ്. മരുഭൂമി കാണാൻ യോഗമില്ലാതെ പോയ മനുഷ്യനാണ്. മരുഭൂമി മുഴുവൻ അനുഭവിച്ച് ഉരുകിത്തീർന്ന ഒരു മനുഷ്യൻ കഷ്ടകാലത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നുപെട്ടു ബഹ്റൈനിൽ. പിന്നീട് അറിയാലോ അതിൻ്റെ കഥ. ഇവിടുന്ന് സൗദിയിൽ തെറ്റായ വിസയിൽ കൊണ്ടുപോയി, മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ടുപോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിസയിൽ ബഹ്റൈനിൽ ചെന്നതാണ്. ഒരു രാത്രി എങ്ങനെയോ ബഹ്റൈനിൽ ബെന്യാമിൻ അതിഥിയായി ചെന്നൊരു മുറിയിൽ വെച്ച് കണ്ടുമുട്ടി. അന്നു മുതൽ പരിചയപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുത്ത കഥയാണ് എഴുതിയത്. കേട്ട എഴുത്താണ്. ആദ്യം തന്നെ ബെന്യാമിൻ അവാർഡ് കിട്ടിയപ്പോൾ മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്,
റോട്ട് മെക്കയിൽ നിന്നുള്ള മോഷണ ഭാഗങ്ങൾ ഉണ്ട് അത് കുറച്ചല്ല സാർ. അപ്പൊ നജീബ് പറഞ്ഞു കൊടുത്തത് മാത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനോട് അംഗീകരിക്കരുത്, ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. കാരണം അത് ഞാൻ തന്നെ പിന്നീട് പലതവണ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കാര്യം, ഒന്ന്, ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് മരുഭൂമി കാണാനുള്ള യോഗമില്ല. കാരണം അദ്ദേഹം പല അറബ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ചെല്ലാൻ വയ്യ. ബഹ്റൈൻ എന്ന കൊച്ചു ദ്വീപിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ മരുഭൂമിയില്ല. അദ്ദേഹം CPM കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരുഭൂമി കാണുന്നുണ്ട് മാഷെ. അത് തീർച്ചയായിരിക്കും. അദ്ദേഹം അത് മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. ഇത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരുൾപ്പെടെ ആദ്യം ഈ വിഷയം കണ്ടെത്തിയത്, ഈ മോഷണകല കണ്ടെത്തിയത് ബഹ്റൈനിലെ അദ്ദേഹത്തിന്റെ സഖാക്കളായ സുഹൃത്തുക്കളാണ്, കറകളഞ്ഞ CPMകാരായ സുഹൃത്തുക്കൾ. ഇദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് അന്ന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതപ്പോൾ അദ്ദേഹം എന്താ എഴുതിയത്, ഇങ്ങനെ മരുഭൂമി കാണാത്ത ഇവനെങ്ങനെയാണ് മരുഭൂമിയെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായി വർണ്ണിച്ചത് എന്ന് അവർ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ റോട്ട് മെക്ക വന്നത്. ലിയോപോൾഡ് വെയ്സ് എന്ന ഓസ്ട്രിയൻ ജൂതന്റെ പുസ്തകമാണത്. അദ്ദേഹം പിന്നീട് മതം മാറി മുഹമ്മദ് അസദൊക്കെ ആയിട്ട് മാറി. കാരശ്ശേരി മാഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ മലയാളത്തിലേക്ക്. പക്ഷേ ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ ഭിന്ന അഭിപ്രായമുണ്ട്. കാരശ്ശേരി മാഷാണ് എന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചെയ്യുന്നതൊക്കെ മഹത്തായ കാര്യമാണെന്ന് പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ വിവർത്തനം പോലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത്. പക്ഷേ ബെന്യാമിന്റെ മരുഭൂമി എന്ന് പറയുന്നത് ഈ ലിയോപോൾഡ് വെയ്സിന്റെ മരുഭൂമിയാണ്. അത് ഈച്ച കോപ്പി അടിച്ചതാണ്. അത് പേജ് ബൈ പേജ് ലിയോപോൾഡ് വെയ്സിന്റെ ഇംഗ്ലീഷ് പുസ്തകവും ഇതിന്റെ നേർക്കുനേരെയുള്ള പരിഭാഷയും വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചതാണ്. ഈ പണ്ഡിതന്മാര് ഊച്ചാളികളാണെന്ന് ബെന്യാമിൻ പറഞ്ഞ ശേഷം KP കണ്ണൻ അതിദാരിദ്ര്യം മാഞ്ഞതോ മറച്ചതോ എന്നൊരു ലേഖനം ഇന്ന് മനോരമയിൽ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതാണ് RVG മേനോനും ഡോക്ടർ MA ഉമ്മനും ഡോക്ടർ V രാമൻകുട്ടിയും ഞാനും അടക്കമുള്ളവർ പരസ്യമായി ഉന്നയിച്ചത്. അതിന് വ്യക്തമായ മറുപടി പറയുന്നതിന് പകരം സംശയങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം സർക്കാർ ഉപയോഗിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അഗതികളെ കണ്ടെത്തുന്നതിനുള്ളതാണ്. അതിൽ ചില സംശയങ്ങളുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2002 തുടങ്ങിയ ആശ്രയ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അഗതികളെ കണ്ടെത്തിയിരുന്നു. ആന്റണിയുടെ കാലത്ത് ആശ്രയ പദ്ധതി, അന്ന് അഗതികളെ കണ്ടെത്താനായിട്ട് ഒരു മാനദണ്ഡം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് ഇതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരുന്നു സർവേ. ആ പദ്ധതി ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 1.5 ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ പറയുന്നു. ഇനിയും 1.5 ലക്ഷം ഉണ്ട്. ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ മതിപ്പ് തോന്നിയ കേന്ദ്ര സർക്കാർ 2007 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുരസ്കാരം കേരളത്തിന് സമ്മാനിച്ചു. ആ പദ്ധതിയെക്കുറിച്ച് ഒന്നും പറയാതെ 2021 തുടങ്ങിയ പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അന്ത്യോദയ അന്ന യോജന AAY അഥവാ മഞ്ഞ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം മന്ത്രിയുടെ ലേഖനം കണ്ടു. അതെ, 6 ലക്ഷം ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെയാണ് അങ്ങനെ വേർതിരിച്ചത്. അത് ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്രവും അംഗീകരിച്ച കണക്കാണ്. ഭക്ഷ്യമന്ത്രി തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ 30 നിയമസഭയിൽ മഞ്ഞ കാർഡുള്ള 5,91,194 അതിദരിദ്രർ കേരളത്തിലുണ്ടെന്ന കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. 64,000 അതിദരിദ്രരുടെയും 1.5 ലക്ഷം ആശ്രയ കുടുംബങ്ങളുടെയും 6 ലക്ഷം മഞ്ഞ കാർഡുകാരുടെയും കണക്ക് എങ്ങനെ പൊരുത്തപ്പെടും? അന്ത്യോദയ അന്ന യോജന കാർഡിൽപ്പെട്ട 6 ലക്ഷം കുടുംബങ്ങൾക്ക് ഇനി മുതൽ റേഷൻ സബ്സിഡി നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അതെ, വാസ്തവമാണ്. അത് കണക്കുകളാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കള്ളക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അദ്ദേഹം ഈ ലേഖനത്തിന്റെ അവസാനം ഈ KP കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ആരുടെയെങ്കിലും വീട്ടില് നമ്മുടെ കയ്യിൽ ഇപ്പൊ 50 ലക്ഷം രൂപയോ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ അതീവ ദരിദ്രരല്ല എന്നൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊരു ഭൂകമ്പം വന്നിട്ടേ നമ്മുടെ മൊത്തം നശിച്ചു പോകുന്നു.
അപ്പൊ എപ്പോഴും ഏത് ഘട്ടത്തിലും അതീവ ദരിദ്രർ ഉണ്ടാകാമല്ലോ. ഉണ്ടാവാം. അത് എന്നേക്കുമായി ഇനി ഒരിക്കലും ഇത് ഇല്ലാത്ത പ്രകൃതിയും കൂടി വെല്ലുവിളിക്കുന്ന കണക്കായി പോയി എം.പി. രാജേഷിന്റേത്. പ്രകൃതിയെ പോലും വെല്ലുവിളിക്കുന്ന ഊച്ചാളിത്തരമായി ഈ ബെന്യാമിന്റെ പോസ്റ്റ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതിന് കൂട്ടത്തിൽ ഓർക്കേണ്ടത് ഇതിന്റെ യഥാർത്ഥ തുടക്കക്കാരനായ VS അച്യുതാനന്ദനെ മനഃപൂർവ്വം ഒരു പേര് പോലും എവിടെയും പരാമർശിച്ചിട്ടില്ല. അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിൽ ആദ്യത്തെ സമ്മാനം വാങ്ങിയത്. ഓക്കെ, ഇതിലിപ്പോ സംഭവിച്ചിരിക്കുന്നത് കോപ്പി അടിച്ചതാണ്. ഇത് ആശ്രയയുടെ കോപ്പിയാണ്. AK ആന്റണിക്ക് ആണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ അർത്ഥത്തിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പൊ ഇത്തരം ക്രിമിനൽസിന് ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് പിൽക്കാലത്ത് വന്ന് ക്രിമിനലുകളാണെങ്കിൽ, കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ വന്ന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ഒരു താവളമായിട്ട് CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബെന്യാമിനെ ഏകപക്ഷീയമായി വാഴ്ത്തിക്കൊണ്ടുവരികയാണല്ലോ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, അവാർഡ്, ഇത് വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ CPMന്റെ കൂടെ നിന്നാൽ, ബെന്യാമിന്റെ വേറൊരു സാമർത്ഥ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഗവൺമെന്റ് വീണ്ടും വരുമെന്ന് ഏതാണ്ട് തോന്നിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞു പിടിച്ച് മന്ത്രിമാരാകാൻ ഇടയുള്ള പല ചെറുപ്പക്കാരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിരുന്നു. മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പോവുക, ഈ മാതിരി ഏർപ്പാടാണ്. ഇപ്പോ CPM നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ലാത്ത വിധം ഈ സീനിയർ ആയിട്ടുള്ള ജീനിയസുകളെ, അക്കാഡമിഷ്യന്മാരെ അവരെ പച്ചക്ക് തെറി വിളിക്കുക. ഇതാണല്ലോ അവന്റെ പണി. ഇതാണ് ഇവന്റെ യഥാർത്ഥ സംസ്കാരം. അയാളുടെ പോസ്റ്റിൽ ഈ തെറിവിളി മാത്രമേ ഉള്ളൂ. അയാൾക്ക് വേറെ കണക്കുകൾ കൊണ്ടുവരായിരുന്നല്ലോ. അങ്ങനെയല്ലേ പറയേണ്ടത്? ബൗദ്ധികമായ സംവാദം അയാളുടെ വിഷയമേ അല്ലേ ഇത്. അയാളുടെ വിഷയവുമല്ല. അയാൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വല്ല ഡെപ്തും ഉണ്ടോ, അയാൾ പഠനം നടത്തുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല. സാമൂഹ്യ ജീവിതത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാമർത്ഥ്യം മൗനം പാലിക്കലാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രയോ ഇന്റർവ്യൂവിൽ എന്നോട് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പലരും പോയിട്ട്. ഇപ്പം ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയ കാലത്ത് എനിക്കിത് പറയാനുള്ള ഏറ്റവും വലിയ അർഹത ഏതാണ്? ആടുജീവിതം ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ആഴ്ച അന്ന് ഞാൻ അറേബ്യയിലുണ്ട്. അറേബ്യയിലെ മലയാളം ന്യൂസ് എന്ന് പറഞ്ഞ പത്രമുണ്ട്. ആ പത്രത്തിൽ ഈ പുസ്തകത്തിനെതിരായിട്ട് എഴുതിയതാണ്. കാരണം ഇദ്ദേഹം അറേബ്യയിലെ മരുഭൂമി കാണാതെ മരുഭൂമിയെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് മരുഭൂമിയുടെ യാതൊരു സൗന്ദര്യവും കാണാതെ ഭീകരമായി ചിത്രീകരിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു മരുഭൂമി വില്ലനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അന്ന് ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇത് പുസ്തകത്തിന്റെ കോപ്പിയാണെന്ന് ഈ കോപ്പി അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. കോപ്പി അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പറയുകയും ചെയ്തു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്. ഇദ്ദേഹം പാലിക്കുന്ന ഒരു മൗനം എന്താ, ഒരക്ഷരം മിണ്ടൂല. ഇതിനകത്ത് പെട്ടുപോയ ഒരാളും കൂടി ഉണ്ട്. അദ്ദേഹത്തിന് അറിയാതെ കൂട്ടുനിന്ന ഒരാളാണ് MN കാരശ്ശേരി. എന്താ കാര്യം എന്ന് വെച്ചാൽ, കാരശ്ശേരി മാഷാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. കാരശ്ശേരി മാഷ് HOD ആയിരിക്കുമ്പോഴാണ് ഈ പുസ്തകം. കാരശ്ശേരി പറഞ്ഞു ഇത് വായിച്ചിട്ട് ഇത് മോശമാണെന്ന് തോന്നുന്നില്ല. അതാണ് സാമർത്ഥ്യം, അതാണ് ഇതിന്റെ തട്ടിപ്പ്. എന്താ കാര്യം എന്നറിയോ? കാരശ്ശേരി മാഷയുടെ കാലത്താണ് ആടുജീവിതം ടെക്സ്റ്റ് ബുക്ക് ആക്കുന്നത്. അതേ കാരശ്ശേരി മാഷാണ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കാരശ്ശേരി മാഷ് ഈ പുസ്തകം വായിച്ചില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, നെഹ്റുവിന് ശേഷമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനറേഷന് ശേഷമുള്ള ആരുടെയും പുസ്തകം വായിക്കാറുണ്ടാവില്ല. പക്ഷേ വായിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? മലയാളത്തിന്റെ ആചാര്യനല്ലേ. അതുകൊണ്ട് വായിച്ചില്ല എന്ന് പറയാനും വയ്യ, പെട്ടുപോയി. അപ്പോൾ അദ്ദേഹം എളുപ്പമുള്ള മാർഗം എന്താ? അത് യാദൃച്ഛികമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കള്ളനെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ ഈ കുറ്റവാളികൾ ഇപ്പൊ എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു നിർദ്ദേശമുണ്ട്. അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ ബെന്യാമിന് ഒരു എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുക, കാരശ്ശേരിക്ക് ഒരു വളർത്തച്ഛൻ പുരസ്കാരം കൊടുക്കുക. കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരശ്ശേരി മാഷിയുടെ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. കാരശ്ശേരി മാഷ് മാധവിക്കുട്ടിയുടെ കേസിൽ ഇടപെട്ടത് മാഷ് കണ്ടിരുന്നു അറിയില്ല. കണ്ടോ? തൃശ്ശൂർ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ചോദിച്ചു, മാധവിക്കുട്ടി അവസാനത്തെ ഇന്റർവ്യൂ അങ്ങയോടല്ലേ നടത്തിയത്, ഭാഷാഭൂഷണിക്ക് വേണ്ടി? അങ്ങയോട് ഈ ദുരിതങ്ങളൊക്കെ പറഞ്ഞു എന്നാണല്ലോ കേട്ടത്. എന്നിട്ട് എന്താണ് എഴുതിയത്? എന്താണ് അത് എഴുതാതിരുന്നത് എന്ന് ചോദിച്ചു. കാരണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? എന്നോട് മാധവിക്കുട്ടി പലതും പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് മാധവിക്കുട്ടിയെ അറിയാവുന്നത് കൊണ്ട് അവർ പറഞ്ഞതിൽ സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നിട്ട് മാത്രമല്ല, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, മതം മാറാൻ വേണ്ടി ആരോടെങ്കിലും കാശ് വാങ്ങുന്ന ആളാണ് മാധവിക്കുട്ടി എന്ന് ഞാൻ കരുതുന്നില്ല. ഇഷ്യൂ അതല്ലല്ലോ. മാധവിക്കുട്ടി കാശ് വാങ്ങിയിട്ടാണ് മതം മാറിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തെ സമദാനി വിറ്റ് കാശാക്കി എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതല്ലേ ആരോപണം? അത് മാധവിക്കുട്ടി തന്നെ ഒപ്പുവെച്ചു കൊടുത്തതല്ലേ? ഇതാണ് കാരശ്ശേരി മാഷ്. മാധവിക്കുട്ടി തന്നെ വായിച്ച് കേട്ട് ഒപ്പിട്ട പുസ്തകമാണ് ദ ലവ് ക്യൂൻ ഓഫ് മലബാർ. ബെന്യാമിന്റെ അവസ്ഥ എന്തായിരിക്കും? സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആവുമോ? അതെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ആകാൻ എന്താ ഉള്ളത് സാറേ? അമ്മാതിരി പോസ്റ്റുകളല്ലേ ഉള്ളൂ. CPMനകത്ത് ഇപ്പോൾ ഇനി വേറൊന്നും വേണ്ട, ഇനി ഒരു സ്ഥാനമാനവും കിട്ടണ്ട. ബെന്യാമിൻ ഇപ്പോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എന്തെങ്കിലും ആവട്ടെ, എന്താക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷയാണ് സാർ ഏറ്റവും പ്രധാനം. CPM അല്ല ഇയാൾ CPMന് പുറത്തു നിൽക്കുകയോ വല്ലപ്പോഴുമെങ്കിലും CPMനെ മൃദുവായിട്ടെങ്കിലും വിമർശിക്കുകയോ ചെയ്തൊരു എഴുത്തുകാരനായിരുന്നു ഇയാളെന്ന് വെച്ചാൽ ഇവർ കൊന്നുകൊല വിളിക്കൂലേ?
അതേ സമയത്ത് ഇയാൾ എന്താ ചെയ്യുന്നത്? CPM ഇപ്പോൾ ഈ ഒളിത്താവളമാണ് സകല ക്രിമിനലുകൾക്കും, പ്രത്യേകിച്ച് സാഹിത്യ ചോരണം ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്ക്, വ്യാജ PhD ഉൾപ്പെടെയുള്ള. മാഷ് ഇങ്ങനെ പറയുന്നതിൽ ഒരു കഥയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിറം മാറും. ഉറപ്പല്ലേ? വലതുപക്ഷത്തേക്ക് പോകും. ഇവർക്ക് എന്താ മടി സർ? അടിസ്ഥാനം അവനവന്റെ ബോധ്യത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളല്ലേ മാഷ നിഷ്പക്ഷൻ എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അത് ശരി. തരം പോലെ നിറം മാറുന്ന ഓന്തുകളെയാണ് നമ്മൾ നിഷ്പക്ഷം എന്ന് വിളിക്കേണ്ടത്. കേരളം അങ്ങനെ ആയിപ്പോയി. ഇവന്റെയൊക്കെ ഈ പൊറാട്ട് നാടകം കാണാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നതാണ് ഇതിന്റെ ഒരു വലിയ സങ്കടം. തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു ഈ മാതിരിക്കാരോട് അല്ല സഹതപിക്കേണ്ടത്. ഇവരെയൊക്കെ എഴുന്നള്ളിച്ച് നടക്കാൻ വിധിക്കപ്പെട്ട ഒരു ഗതികേടുണ്ടല്ലോ CPMന്റെ, അവരോട് വേണം സഹതപിക്കാൻ. ഓക്കെ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.